ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ സ്കോർപിയോൻ്റെ പുതിയ വേരിയൻ്റായ കാർബൺ എഡിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മെയിനായിട്ടും നമ്മളിപ്പം കോസ്മെറ്റിക് ഒരു ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതും. ഫുൾ ബ്ലാക്ക് ആയി, അതാണ് കാർബൺ എഡിഷൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഫുൾ ബ്ലാക്ക് വെഹിക്കിൾ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഒരു മാസീവ് ഫീല് നമുക്ക് വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് അട്രാക്ഷൻ അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണിക്കാം. ഇപ്പോൾ ഫ്രണ്ട് നമ്മുടെ ഈ ഒരു ടൈഗർ നോസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ലാറ്റുകളായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു ഫുള്ളി ഒരു നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്രോം ഫിനിഷ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ഡാർക്ക് ക്രോം ഫിനിഷിലേക്ക് എത്തിയിട്ടുണ്ട്. ട്വിൻ പീക്സ് ലോഗോ ആ രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസേർട്സിലെല്ലാം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഫുള്ള് ആ ഒരു റിഫ്ലക്റ്റേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്താണ് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു DRLസിൻ്റെ ഭാഗം, അതിൻ്റെ ചുറ്റിനുള്ള ഫിനിഷ് എല്ലാം ഫുള്ളി ബ്ലാക്ക് ആക്കി. അതുകൊണ്ട് ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗം, എയർ ഡാമൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ, അതൊക്കെ അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. സ്കിഡ് പ്ലേറ്റ് എല്ലാം ബ്ലാക്കായി. ഇതാണ് ഫ്രണ്ടിലെ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീൽ ആർച്ചസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ അതേ രീതിയിൽ തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ മാറ്റം വന്നേക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് പറഞ്ഞാൽ ഈ അലോ വീൽസ് നമുക്ക് ഫുള്ളി ബ്ലാക്കായി ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. 18 ഇഞ്ച് വീൽസാണ്, അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. അത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് വന്നു എന്നുള്ളതാണ്. പിന്നെ സൈഡ് മിറേഴ്സ് എല്ലാം ബ്ലാക്കാണ്. റൂഫ് റെയിലും ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഡോർ ഹാൻഡിൽസിൻ്റെ ഭാഗത്തേക്ക് വന്നാലും ഇതും ഡാർക്ക് ക്രോം ഫിനിഷാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡോർ ഗാർഡ്സ് ഒക്കെ നോക്കിയാലും അതെല്ലാം ബ്ലാക്കായി. ആ ഒരു നമ്മുടെ സ്റ്റെപ്സ് ആണെങ്കിലും എല്ലാം ബ്ലാക്കായി. ഈ ഒരു നമ്മുടെ ആ ഒരു സ്കോർപിയോൻ്റെ ആ ഒരു ടെയിൽ പോലുള്ള ഒരു ഡിസൈനും അതും ബ്ലാക്കായി. നേരത്തെ ഒരു സിൽവർ ഫിനിഷായിരുന്നു, അല്ലെ ആ ഒരു ക്രോം ഫിനിഷായിരുന്നു ഈ ഒരു ഭാഗത്ത്. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതും നമുക്കൊരു സ്മോക്ക്ഡ് എഫക്റ്റിലാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്. പിന്നെ ഫുള്ള് രണ്ട് ഇവിടെയും നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ അവിടെയും ക്രോം ഫിനിഷ് കാണാം. ഡാർക്ക് ക്രോം ഫിനിഷിലാണ് അതും കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, കാരണം ഒരു ഫുൾ അങ്ങ് ബ്ലാക്ക് ആക്കാതെ ഒരു ഇതിനായിട്ട് ചേരുന്ന രീതിയിൽ ആ ഒരു പ്രീമിയം ഫീലും ഒട്ടും വിടാതെ തന്നെ ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് കൊടുത്തത് നന്നായിട്ടുണ്ട്. ട്വിൻ പീക്സ് ലോഗോയും ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്കോർപിയോ N എന്നുള്ളത് മാത്രമാണ്, അതും ഒരു നോർമൽ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ആ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് അവിടെ ആക്കിയിട്ടില്ല. സ്കോർപിയോ ആണെന്ന് അറിയണ്ട, അതിന് വേണ്ടിയിട്ടാത്തുനിന്ന് അത് ഇച്ചിരി നല്ല ആ ഒരു കളർ ടോണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിവേഴ്സ് ലാമ്പിൻ്റെ ഈ ഒരു ചുറ്റിനും വരുന്ന ഭാഗത്തും ഒരു നോർമൽ ക്രോം ഫിനിഷിൽ തന്നെയാണ് അവിടെയും കൊടുത്തേക്കുന്നത്. ഇത്രയാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ ചേഞ്ചസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ സ്കോർപിയോ കാർബണിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് തന്നെ മാറി. നേരത്തെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ടാൻ ഫിനിഷ് ആയിരുന്നു, അതെല്ലാം മാറി ഇപ്പം ഒരു ഫുള്ളി ബ്ലാക്കായി. സീറ്റിലേക്ക് വന്നാലും നമുക്കിവിടെ കാണാം, സീറ്റൊക്കെ ഫുൾ ബ്ലാക്ക് ആക്കി, ലെതററ്റ് ഫിനിഷിൽ ഫുൾ ബ്ലാക്ക് ആക്കി മാറി. സ്റ്റിച്ചിങ് വന്നിട്ട് ഒരു വൈറ്റ് ഫിനിഷിലുള്ള സ്റ്റിച്ചിങ്ങും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇത്രയാണ് ഒരു പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ആണ് മെയിനായിട്ടും വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ സ്കോർപിയോ N നമുക്ക് 2 ഡീസലിലും പെട്രോളിലും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ വന്നിട്ട് ഡീസലിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 172 VHP 400 Nm ടോർക്കാണ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്നത്. മാനുവൽ വരുമ്പോഴത്തേക്കിനും 380 ആ റേഞ്ചാണ് നമുക്ക് ടോർക്ക് വരുന്നത്. സെയിം പവർ ഫിഗേഴ്സ് തന്നെയാണ് രണ്ടിലും വരുന്നത്. അപ്പം അത്രയാണ് നമുക്ക് ഈ ഒരു കാർബൺ എഡിഷൻ്റെ ബാക്കിലും ഈ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷായി. അവിടെ നമുക്ക് രണ്ട് വിഷ്വൽ നമുക്ക് കാണാം. ഒരു റൂഫൊക്കെ ആണെങ്കിലും എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. വേറെ ഫീച്ചേഴ്സിലൊന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു കാർബൺ എഡിഷൻ നമുക്ക് വരുന്നത് 2 വേരിയൻറ്റിലാണ്. ഒന്ന് Z8ലും വരുന്നുണ്ട്, പിന്നെ ടോപ്പ് എൻഡ് ട്രിമായ Z8 ലക്ഷറിയിലുമാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ അല്ലെങ്കിൽ കാർബൺ എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നത്.
അപ്പം അത്രയാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വയലാറ്റ് മഹീന്ദ്രയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ.